സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മഴ മുന്നറിയിപ്പില്ലെങ്കിലും മലയോര മേഖലകളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമായ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മഴയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും അർച്ചനയുണ്ട്. അർച്ചന, എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം? മഴയുണ്ടോ? അതുല്യ, നിലവിൽ തിരുവനന്തപുരത്ത് മഴയൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരത്തോടെ പെയ്ത മഴയാണ്. ഇന്നലെ രാത്രിയൊന്നും അങ്ങനെ വലിയ രീതിയിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മഴയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരത്തായാലും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായാലും അത്യാവശ്യം നല്ല മഴ പെയ്തിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടാൽ രൂക്ഷമായിരുന്നു. ഇതിനെല്ലാം സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമായ മുന്നറിയിപ്പാണ് അറിയിക്കുന്നത്. വയനാടും അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 5 ദിവസങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള 7 ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ കനത്ത കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാനുള്ള തടസ്സവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ തിരുവനന്തപുരത്തായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ജില്ലകളിലായാലും മഴ ശക്തമാകുന്നുവെന്ന കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നതും. അതുല്യ, അതായത് അർച്ചന, ഇപ്പോൾ ചൊവ്വാഴ്ച വരെ വിവിധ ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണല്ലോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും അല്ലെങ്കിൽ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലും വരും ദിവസങ്ങളിൽ നമ്മൾ കനത്ത മഴ പ്രതീക്ഷിക്കണമല്ലേ? എന്തായാലും മഴ കനക്കുമെന്ന കാര്യമാണ്. അടുത്ത 5 ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന മഴ വലിയ രീതിയിൽ അല്ലെങ്കിൽ ഇന്നലെ വരെ ഒരു വലിയ രീതിയിലുള്ള മഴ ഒറ്റപ്പെട്ട മഴയായിരുന്നു. ഇന്ന് അത് രാവിലത്തോടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അടുത്ത 5 ദിവസങ്ങളോട് മഴ ശക്തമാകും എന്നൊരു കാര്യം പറയുന്നുണ്ട്. തീർച്ചയായും. എന്തായാലും ചൊവ്വാഴ്ച വരെ മഴ തുടരും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ ഏത് നിമിഷവും മഴ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കണം, അല്ലേ?